AICC നേതൃത്വം വിളിച്ചുകൂടിയ KPCC നേതാക്കളുടെ യോഗത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ. KPCC അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് നേതൃപാടവമില്ലെന്ന വിമർശനമാണ് ഉയർന്നത്. പുനഃസംഘടന സംബന്ധിച്ച് ഗ്രൂപ്പ് നേതാക്കൾ നൽകിയ പട്ടിക അതേപടി അംഗീകരിച്ചുവെന്നും അർഹതപ്പെട്ടവർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണെന്നും വിമർശനമുയർന്നു. സംസ്ഥാനത്തെ ചില നേതാക്കളുടെ പാവയായി സണ്ണി ജോസഫ് മാറിയെന്നും എല്ലാവരുമായി കൂടിയാലോചന നടത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നുമാണ് വിമർശനത്തിന്റെ കാതൽ. താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് ഊർജം നൽകുന്ന ഒരു നടപടിയും KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. KPCC പുനഃസംഘടനയിൽ അനർഹർ കടന്നുകൂടിയതിനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചതെന്നും വിവരമുണ്ട്. പാർലമെന്ററി രംഗത്തും സംഘടനാ തലത്തിലും ഒരു കഴിവുമില്ലാത്തവരെ എന്തിനാണ് ജനറൽ സെക്രട്ടറി പദവിയിൽ അവരോധിച്ചതെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള നേതാക്കൾക്കും പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്കുമാണ് പദവി നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ പാടവമില്ലാത്തവരെ കുത്തിനിറച്ച് എണ്ണം കൂട്ടുന്നത് എന്തിനാണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചെന്നാണ് സൂചന. സംസ്ഥാനത്ത് ഇപ്പോൾ നേതാക്കൾ തമ്മിൽ ഒരുമയില്ലാതെ നിൽക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി K. സുധാകരൻ അടക്കമുള്ളവരും രംഗത്ത് വന്നിരുന്നു. പ്രശ്നങ്ങൾ തീർക്കുമെന്ന് ഹൈക്കമാൻഡും വ്യക്തമാക്കി. അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നേതാക്കളാണ് പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നത്. അനൈക്യം പറഞ്ഞു ശരിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നും സുധാകരൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു. യോഗത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള പദ്ധതി അവതരിപ്പിച്ചു. ചെറിയ മാറ്റങ്ങളോടെ AICC നേതൃത്വം ഇത് അംഗീകരിക്കുകയും ചെയ്തു. അതേസമയം KPCCയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കമാൻഡ് VD സതീശനോട് വ്യക്തമാക്കി. പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡ് സതീശന് ഉറപ്പ് നൽകി. തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നാണ് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. KPCC പരിപാടികൾ VD സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തീവ്ര പ്രചരണം ആരംഭിക്കാൻ AICC നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള മുന്നൊരുക്കങ്ങളും യോഗത്തിൽ അവലോകനം ചെയ്തു. ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാനുള്ള നിർദ്ദേശവും AICC നൽകിയിട്ടുണ്ട്.